കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയ്ക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. രാവിലെ മകൻ പ്രസാദും മരുമകളും ചേർന്ന് കമലമ്മയെ മർദ്ദിക്കുകയായിരുന്നു. കമലമ്മയുടെ കാലും കൈയും തല്ലിയൊടിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബവഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത് ഇവിടെയാണ് കമലമ്മ താമസിക്കുന്നത്. അടുത്തുള്ള പശുത്തൊഴുത്തിലാണ് അച്ഛൻ അന്തി ഉറങ്ങുന്നത്. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് വച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കുറെ നാളായിട്ടൊന്നും പ്രശ്നമില്ല. ഇത് കേസിൽ കിടക്കുന്ന സ്ഥലമാണ്. പെരക്കാത്ത് കയറ്റിയതല്ല, അതിന് പകരം വേറെ വീട് വെച്ച് കൊടുത്തു. മുറി അവിടെ 2-3 മുറി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതിലായിരുന്നു വഴി കരത്തോട്ട് കയറി പോകുന്നത്. ഈ വഴിയിൽ ഈ കോഴിക്കോട് അടുത്ത് വെച്ചു. അവൻ തന്നെയാണ് ഇതെല്ലാം തല്ലിപ്പൊളിച്ചത്. ഇതിനു മുൻപും മകൻ തന്നെ മർദ്ദിക്കുന്നതായി കമലമ്മ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇന്നലെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന രേഖാമൂലം വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തതാണ്. എന്നിട്ട് പോലീസുകാർ വന്നൊന്നുമില്ല, അന്വേഷിക്കുകയും ചെയ്തില്ല. അപ്പം മിനിഞ്ഞാന്ന് ഈ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കോട്, ഇത് ഈ അമ്മ പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ കോഴിക്കോട് എടുത്ത് വെച്ച് ആ വഴി അടച്ചു. അപ്പോൾ കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കോഴിക്കോട് ഒന്ന് എടുത്ത് മാറ്റും, അമ്മയുടെ വഴി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അവളൊന്നും കേട്ടില്ല. അതേ ചൊല്ലി പിന്നെയും കുറേ ദിവസമായിട്ട് വഴക്കായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് അവനും അവളും കൂടി വന്നു. ഇതുണ്ടോ ഇവിടെ ഇട്ടേക്കുന്ന ഇതെല്ലാം എടുത്ത് കോടാലി എല്ലാം എടുത്ത് ആ തള്ളനെ അടിച്ച് ശരിയാക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടോടെ ഞങ്ങൾ ഓടി വന്നു. അപ്പോഴത്തേക്കിനും അപ്പോഴത്തേനും ഇവളെ അടിച്ച് ഈ അമ്മ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോഴത്തേനും ഇവൻ തന്നെയാന്ന് പോലീസുകാരെ അങ്ങനെയാ പറഞ്ഞത്. ഇവൻ തന്നെയാ പോലീസിനെ വിളിച്ചതെന്ന് പറയുന്നു. പോലീസ് എന്തായാലും ഒരു 3 വണ്ടിയൊക്കെ ഇവിടെ വന്നു. 2 പേരും അടിച്ചു. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.